നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മോഡിഫൈ ചെയ്ത വാഹനവുമായി എത്തി നഗരൂർ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിന് മുമ്പിലാണ് യുവാക്കൾ വാഹനവുമായി എത്തിയത്. പക്ഷേ ഒടുവിൽ പുലിവാലായി. നാട്ടുകാർ തിരുവനന്തപുരം RTO എൻഫോഴ്സ്മെന്റിനെ വിവരം അറിയിച്ചു. മോഡിഫൈ ചെയ്ത വാഹനം എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്തു. നിയമവിരുദ്ധമായി മോഡിഫൈ ചെയ്തതിന് കേസെടുക്കുകയും ചെയ്തു. മോഡിഫൈ ചെയ്ത കാറുമായി എത്തിയ യുവാക്കൾ അവസാനം കെണിയിൽപ്പെട്ടു. മോഡിഫൈ ചെയ്ത കാറുമായി നഗരൂർ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിന് മുന്നിലെത്തി ഷോ കാണിച്ച യുവാക്കളെ MVD പിടികൂടി. ഇന്ന് രാവിലെയാണ് മോഡിഫൈ ചെയ്ത കാറുമായി യുവാക്കൾ എത്തിയത്. മോഡിഫൈ ചെയ്ത ഹോണ്ട സിവിക് കാറുമായി എത്തിയ യുവാക്കൾ നഗരൂർ നെടുമ്പറമ്പിലുള്ള രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിന്റെ പരിസരത്ത് മെയിൻ റോഡിൽ കൊണ്ടുവരികയും ഓട്ടോമൊബൈൽ ഷോ കാണിക്കുകയും ചെയ്തു. നാട്ടുകാർ തിരുവനന്തപുരം RTO എൻഫോഴ്സ്മെന്റിനെ വിവരം അറിയിച്ചു. ഒരു മോഡിഫൈഡ് വണ്ടി ഇവിടെ കിടക്കുന്നു, നമ്മുടെ കോളേജിൻ്റെ അടുത്ത് കിടക്കുന്നതായിട്ട് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നപ്പോൾ അവരെന്തോ ഒരു ഓട്ടോമൊബൈൽ ഷോ അവർ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഇത്തരം വണ്ടികൾ നിയമവിരുദ്ധമാണെന്ന് അവർക്കറിയാം. അത് കാരണമായിരിക്കും ഇത് പുറത്ത് ഇട്ടിരുന്നത്. അതിനെ തന്നെ ഞങ്ങൾ കിട്ടുകയും ചെയ്തു. അത് വളരെ റോഡ് സേഫ്റ്റിക്ക് വിരുദ്ധമായ രീതിയിൽ, നിയമപരമല്ലാത്ത രീതിയിലെല്ലാം ആൾട്ടർ ചെയ്തിരുന്നു. അതിനെതിരെ ഞങ്ങൾ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഇമ്പൗണ്ട് ചെയ്യുകയാണ്, പോലീസ് സ്റ്റേഷനിലേക്ക് ഇടുകയാണ്. അതിന് തുടർ നടപടികൾ RTO തീരുമാനിക്കും. സ്ഥലത്തെത്തിയ എൻഫോഴ്സ്മെന്റ് വാഹനം പിടിച്ചെടുക്കുകയും നിയമവിരുദ്ധമായി മോഡിഫൈ ചെയ്തതിന് കേസെടുക്കുകയും ചെയ്തു. കോളേജ് വിടുന്ന സമയത്ത് വിദ്യാർത്ഥികളെ ആകർഷിക്കുവാനായി ഷോ കാണിക്കുവാനായി കൊണ്ടുവന്ന വാഹനമാണ് അവസാനം നിയമക്കുരുക്കിൽപ്പെട്ട് എൻഫോഴ്സ്മെന്റ് കൊണ്ടുപോയത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അനിൽ GS, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ അൻസാരി, അരുൺ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് കാർ കസ്റ്റഡിയിലെടുത്തത്. ന്യൂസ് ഡെസ്ക്, ട്രൂത്ത് വിഷൻ ന്യൂസ്. റൈസ് പിന്നെ വിളിക്കുക മൊബൈലോടെ.